ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്താനിരിക്കെ സർക്കാർ പിന്നെയും പണി കൊടുത്തിരിക്കുകയാണ്. ആശാപ്രവർത്തകർക്ക് പരിശീലന പരിപാടിയും അതോടൊപ്പം ഒരു ആശാപ്രവർത്തകയ്ക്ക് കേരള ബാങ്ക് ഒരു ജപ്തി നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇന്ന് തീരും നാളെ തീരും ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവരും വിഡ്ഢികളാക്കുവാണോ സർക്കാർ? സർക്കാർ വീണ്ടും വീണ്ടും പരാജയപ്പെടുകയാണ്. അതിൻ്റെ മകുടോദാഹരണമാണ് സെക്രട്ടേറിയറ്റ് പഠിക്കലിരിക്കുന്ന ആശാപ്രവർത്തകന്മാരുടെ നേരെ അവർ സ്വീകരിക്കുന്ന നയസമീപനങ്ങൾ. ഇത്രയും കാലത്തെ രാഷ്ട്രീയ പരിചയമുള്ള, വളരെ കാലം കോളിളക്കം സൃഷ്ടിച്ച സമരങ്ങൾ നടത്തിയ പാർട്ടികൾ ഉൾക്കൊള്ളുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് സംവിധാനത്ത് ഒരു സമരത്തെ നേരിടുന്ന രീതി ഇങ്ങനെയാണോ എന്നുള്ളത് നോക്കി ആശ്ചര്യപ്പെടുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബീജാഭാവം പിണറായി നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഏറെക്കാലം വളരെ പ്രശസ്തരും പ്രഗത്ഭരും ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരോടൊപ്പം, നേതാക്കളോടൊപ്പം പ്രവർത്തിച്ച പാരമ്പര്യമുള്ള പിണറായി വിജയൻ്റെ ആ മുഖ്യമന്ത്രി പദം ഈ സമരം പൊളിക്കാൻ വേണ്ടി ദുരുപയോഗപ്പെടുത്തുമ്പോൾ ഇതാണോ ഇദ്ദേഹത്തിൻ്റെ നവകേരള സമീപനം? പുതിയ കേരളം ഇതാണോ അദ്ദേഹം വിഭാവനം ചെയ്തതെന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. നോക്കൂ, ആ ഇരട്ട നീതി, PSCയിൽ നിന്ന് രാഷ്ട്രീയവും ജാതീയവും മതപരവുമായിട്ടുള്ള പരിഗണനകളുടെ പേരിൽ ഒരു തരത്തിലുള്ള യോഗ്യതയുമില്ലാത്ത ആൾക്കാരെ പിടിച്ചുവെച്ച് അവർക്ക് ആജീവനാന്ത ആനുകൂല്യങ്ങൾ നൽകുന്നതിനോടൊപ്പം സംസ്ഥാനത്തെ IAS ഓഫീസർമാരെക്കാൾ, ജില്ലാ ജഡ്ജിയേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ അവരാവശ്യപ്പെടാതെ തന്നെ നൽകിയ ഉദാരമായ സമീപനം കാണിച്ച ഈ ഗവൺമെൻറ് ജനങ്ങളുടെ പണമെടുത്തുകൊണ്ടാണ്. അതുപോലെ തന്നെ 21 അംഗങ്ങളടങ്ങുന്ന PSC എന്ന് പറയുന്ന ഒരു റെക്കോർഡ് സൃഷ്ടിച്ച, കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത്. ഓരോ മന്ത്രിക്കും അത്ര തന്നെ പേഴ്സണൽ സ്റ്റാഫ് ആജീവനാന്തം പെൻഷനോടുകൂടി വെച്ചിരിക്കുന്ന സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലാണ് ഈ പാവപ്പെട്ട ആശാവർക്കർമാർ ദിവസം 200 രൂപ വേതനത്തിന് കഴിഞ്ഞ ഒരു മാസമായിട്ട് അവർ നടത്തുന്ന ഒരു സമരമാണെന്ന് പറയാൻ പറ്റില്ല, യജ്ഞമാണ്. അത് 100% വിജയിച്ചു കഴിഞ്ഞു. ഈ നാളത്തെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ സർക്കാർ ഭയക്കുന്നുണ്ടോ? ഇനി ഭയന്നിട്ട് എന്താ കാര്യം? സർക്കാർ എന്തു ഭയന്നു? അത് സംഭവിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ ദേശീയ പ്രശ്നമായിട്ട് മാറി. പാർലമെൻറ്റിൽ ഒച്ചപ്പാടുണ്ടാക്കി, പാർലമെൻറ്റിൽ ചർച്ചയായി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുടെ ശ്രദ്ധയിൽ വരെ എത്തി. ഒരു സംവാദ വിഷയം, ആ ഗവൺമെൻറ് ഇവർക്ക് ആനുകൂല്യം കൊടുക്കുമെന്നും പറഞ്ഞു. ഇതുവരെ എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്? കേന്ദ്രം ആനുകൂല്യങ്ങൾ തടഞ്ഞു വച്ചിരിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ക്രൂരമായ ഒരു ഫലിതം പറഞ്ഞു. ആ കള്ളം പൊളിഞ്ഞു. ഏത് കാര്യത്തിലും സ്വയം പരാജയപ്പെടുമ്പോൾ ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ കുറ്റമാണെന്ന് പറയുകയാണ്. സ്ലേറ്റിലെ 0 മാർക്ക് കൊണ്ടുവരുന്ന ആ കുട്ടി, ഇത് സാറിന് തെറ്റിപ്പോയത്, അതിനിപ്പുറത്തൊരു 10 കൂടെ തെറ്റിപ്പോയതാണെന്ന് പറയുന്ന പൊട്ടനായ കുട്ടിയെപ്പോലെ ഭരണത്തിൽ പൊട്ടനായ ഒരു ഗവൺമെൻറ്റിനെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയേണ്ടി വരുന്നത് ഇങ്ങനെയാണ്. ഒരു ആശാവർക്കർമാർ എത്രയോ ഒരു ഉദാരമായ സമീപനവും നല്ല വാക്കുകളും ഒരു ചെറു പുഞ്ചിരിയും ഉണ്ടായിരുന്നെങ്കിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം ദേശീയ മാനം ആഗോള മാനങ്ങളിലേക്ക് പോവുകയാണ്. സ്ത്രീ അവകാശത്തിൻ്റെ, മനുഷ്യത്വ രാഹിത്യത്തിൻ്റെ ഒരു പ്രശ്നം കൂടി ആക്കാൻ കുറച്ചുകൂടെ വഷളാക്കുകയാണ്. ചെറിയൊരു പുണ്ണിനെ വലിയൊരു വ്രണമാക്കി മാറ്റിയതിൻ്റെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ഉദാഹരണമാണിത്. നോക്കൂ, അവർ ആനുകൂല്യങ്ങൾ ന്യായമായിട്ടുള്ളത് അത് ഞങ്ങൾ പരിഗണിക്കാം, ഞങ്ങളൊരു കമ്മിറ്റിയെ വയ്ക്കാം, അല്ലെങ്കിൽ ഒരു കമ്മീഷനെ വയ്ക്കാം, അതിൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കൂട്ടിത്തരാം. കുറച്ച് സമയം എടുക്കുമായിരുന്നു. എന്താ കാരണം? എന്താണെന്നറിയോ ഗവൺമെൻറ് ഇത് കൊടുക്കാത്തത്? പാപ്പരായി സാമ്പത്തികമായിട്ട് ദൂർത്തുകൊണ്ട്. അത് തന്നെ ഈ സാർ പറയുന്നത് പോലെ സാമ്പത്തിക പ്രശ്നം എന്ന് എപ്പോഴും സർക്കാർ പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള ദൂർത്ത് പലയിടങ്ങളിലും ആർഭാടങ്ങളും നമ്മൾ കാണാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്ന ട്രോള്. നിർമ്മല സീതാരാമന്റെ കാറും നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാറും നമ്മളെ ട്രോളുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടതാണ്. അത് വെച്ച് ഒരുപാട് പേര് പറയുകയും ചെയ്തു. സമ്പത്ത് നൽകുന്ന അല്ലെങ്കിൽ പണം കൊടുക്കുന്ന വ്യക്തിയുടെ വാഹനവും വാങ്ങിക്കുന്ന ആളുടെ വാഹനവും തമ്മിലുള്ള അന്തരവ്. അപ്പൊ ഇത്തരത്തിലുള്ള ആർഭാടങ്ങളല്ലേ ഈ ഒരു സാമ്പത്തിക നഷ്ടത്തിന് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് പ്രശ്നമായിട്ട് വന്നത്. ഞാനിത് സെക്രട്ടേറിയറ്റിൻ്റെ ആ സൈഡിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ നിന്ന് കാണുകയായിരുന്നു അവിടുത്തെ ഇന്നോവ ക്രിസ്റ്റോ കാറുകളുടെ എണ്ണം. ഇന്നിപ്പോൾ ഞായറാഴ്ചയായതുകൊണ്ട് മന്ത്രിമാർക്കൊന്നും വീട്ടിലേക്ക് ഔദ്യോഗിക വാഹനം കൊണ്ടുപോകാൻ സ്ഥലം അവിടെ ഇല്ലെന്ന് തോന്നുന്നു. വേറെ കാറുകളൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് എല്ലാം കൂട്ടിയിട്ടിരിക്കാൻ സ്ഥലമില്ലെന്നേ. അത് മാത്രമല്ല എസ്കോർട്ടുകൾ പോകുന്നവർക്കും എല്ലാം ഈ US പ്രസിഡന്റ് പോകുന്നില്ലാത്ത ഇന്നോവ ക്രിസ്റ്റോ കാറുകളാണ്. ഒന്ന് കാണണം ആഡംബരം. സെക്രട്ടേറിയറ്റിൻ്റെ വിശാലമായിട്ടുള്ള മൈതാനത്ത് പോലും ഇടാൻ കഴിയാത്തത്ര കാറുകൾ വാങ്ങിച്ച് കൂട്ടിയിട്ടിരിക്കുക. ഇനി പുതിയതിന് ഓർഡർ കൊടുത്തിരിക്കുക.
എന്തൊരു ധൂർത്താണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിർമ്മല സീതാരാമനെ നോക്കൂ, ഈ കാറിൻ്റെ കാര്യം പറഞ്ഞു, അത് 12 ലക്ഷം രൂപ വിലയുള്ളതാണ്. കേരളത്തിൽ വരുമ്പോൾ അവർ സംസ്ഥാന സർക്കാരിൻ്റെ ഗസ്റ്റാണ്, അവർക്ക് ആ കാർ ചോദിക്കാം. അങ്ങനെയല്ല, സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ കൂടെയുള്ളവരോട് സംസാരിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്തത്. ഒരു സാധാരണക്കാരിയായ എത്ര MLA-മാര്, എത്ര MP-മാര്, എത്ര ഭരണാധികാരികൾ, സംസ്ഥാന സർക്കാരിലെ എത്ര ഭരണാധികാരികൾ അത്തരത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്ക് കണി കാണാൻ പോലും കിട്ടത്തില്ല, നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അവരെ ആ ഒരു AC കാറിന്റെ വെളിയിലോട്ട് നമ്മൾ കാണാറില്ല. സിമ്പിളായിട്ട് വന്നിട്ട് കാരണം എന്താണെന്ന് അറിയാമോ? അവർക്ക് ഈ ജാടയൊന്നും കാണിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അവരാണ്. BBC-യുടെ അവതാരകയായിരുന്നു അവർ, പ്രശസ്തയായ അവതാരികയായിരുന്നു അവർ. നന്നായിട്ട് വിഷയങ്ങൾ അറിയാം, വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. ഇത് രണ്ടുമില്ലാത്തവരാണ് ഈ ജാട, കാറിൻ്റെ ജാടയിൽ ഒളിച്ചിരിക്കേണ്ടി വരുന്നത്. സ്വന്തമായിട്ടുള്ള ആ മനീഷ ഉണ്ടായിരുന്നുവെങ്കിൽ, ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ, വിവരത്തിൻ്റെ തിളക്കം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആഡംബര കാറിൻ്റെ തിളക്കം ആവശ്യമില്ല. അതില്ലാത്തവർ ഇതിനെ അഭയം പ്രാപിക്കുന്നു. ഇതിനേക്കാൾ കുറഞ്ഞ ഇല്ലാഞ്ഞിട്ടാണോ പത്രാസ് കാണിക്കുന്നത്? ഏറ്റവും വലിയ ആഡംബര ഹോട്ടലുകളിലേ പോകൂ, ഏറ്റവും ആഡംബര കാറുകളിലേ സഞ്ചരിക്കൂ. ഇതുകൊണ്ടൊന്നും സംസ്ഥാനത്തിന്റെ ഖജനാവുണ്ടല്ലോ, അത് രക്ഷപ്പെടില്ല, അത് കാലിയാണ് ഇപ്പോഴും. മാത്രമല്ല, നമ്മുടെ കേരള സമ്പദ് വ്യവസ്ഥയെ പുരോഗമിക്കത്തക്ക രീതിയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. ഇപ്പം തരൂര് പറഞ്ഞതുപോലെ, തരൂരിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ വ്യാവസായികമായിട്ട് നമ്മൾ പുരോഗതി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അത് എത്രമാത്രം അതിന് സത്യമുണ്ട്? ഒരു പക്ഷേ വ്യാവസായികമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാർഷികപരമായിട്ടോ അങ്ങനെ ഒരു പുരോഗതി ഉണ്ടായിരുന്നെങ്കിൽ കേരള സമ്പദ് ഘടന നമുക്ക് കുറെ കൂടിയൊക്കെ നമുക്ക് മെച്ചപ്പെടുത്തായിരുന്നില്ലേ? തിരുത്തി ശശി തരൂർ പിന്നെ തിരുത്തിയത്. ഇതെന്ത് പെട്ടിക്കടകളുടെ ഉൾപ്പെടെ കണക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്, 3 ലക്ഷത്തിലധികം. പലതും പൂട്ടി. പുതിയ കണക്കല്ലിത്. കേന്ദ്ര ഗവൺമെൻറ് ഒരു നയം കൊണ്ടുവന്നു, ഇതെല്ലാം ചെറുകിട വ്യവസായങ്ങളായിട്ട് കണക്കാക്കാം, സ്റ്റാർട്ടപ്പായിട്ട് കണക്കാക്കാം. ഇപ്പം അവിടെ വഴിയരികിൽ ബജ്ജിക്കട. നമ്മുടെ വ്യാവസായികം എന്ന് പറയുന്നത് കൂടുതലും ടെക്സ്റ്റൈൽസുകളും കച്ചവടമാണ്, ഇത് ജുവല്ലറികളുമാണ്, വ്യാപാരം, അല്ലാതെ എന്ത് ഹോട്ടൽസുകൾ. ഇത് മൂന്നും അല്ലാതെ മറ്റുള്ള വ്യാവസായിക സ്ഥാപനങ്ങളൊന്നും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കമ്പനികളോ അല്ലെ IT മേഖലകളിലോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാർഷിക മേഖലയിൽ എന്താണ്, നമ്മൾ ഉള്ള പാടങ്ങൾ പോലും ഇപ്പൊ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സംസ്ഥാനത്തിന് ഉന്നതി ഉണ്ടാകണമെങ്കിൽ അവിടെ വ്യാവസായികവും കാർഷിക മേഖലയുടെ വളർച്ചയാണ് പ്രധാനമായിട്ട് വേണ്ടുന്നത്. കേരളം എന്ന് പറയുന്നത് തന്നെ ഒരു കാർഷിക മേഖലയാണ്. പക്ഷെ ഇതിപ്പം കൃഷി എന്ന് പറയുന്നതില്ല. അപ്പൊ ഇതിൽ ഒരു ഉന്നതിയും ഇല്ലാതെ കേരളം കടം വാങ്ങിക്കുക അല്ലെങ്കിൽ നികുതി കൂട്ടുക, ഇതിലൂടെ മാത്രമാണ്, അല്ലെങ്കിൽ ഈ പ്രധാനമായിട്ടും നമ്മുടെ ക്ഷേത്രങ്ങളുടെ വരുമാനം, ഇത്തരത്തിലുള്ള വരുമാന സ്രോതസ്സുകൾ അല്ലാതെ കേരളത്തിന് മറ്റുള്ള സ്രോതസ്സുകളില്ല. അപ്പൊ പിന്നെ കടമല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. മാക്സിമം ഉള്ളത് നികുതിയാണ്, പിന്നെ ഉള്ളത് ബിവറേജ് ആണ്. അതെ, ബിവറേജിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ. ബിവറേജിലും അതുപോലെ തന്നെ ആഡംബരങ്ങളിലുമാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, ഇവർക്ക് കൊടുക്കാനുള്ള പണം ഗവൺമെൻറ്റിൻ്റെ പക്കലില്ലാത്തതല്ല, സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കുന്ന ഒരു ബാധ്യതയല്ല ഇവർ ആവശ്യപ്പെടുന്നത്. കേന്ദ്രമാണ് ഇൻസെൻറ്റീവ് കൊടുക്കുന്നത്, അവർ കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ കുടിശ്ശികയായിട്ടുള്ളത് തിരിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അതേസമയം ഒരു ആശാപ്രവർത്തകയ്ക്ക് കേരള ബാങ്ക് ജപ്തി നോട്ടീസ്, ഈ ജപ്തി നോട്ടീസ് നമ്മളെപ്പോഴാണ് കൊടുക്കുന്നത്? കടം അടയ്ക്കുന്നതിൽ കുടിശ്ശിക വരുത്തുമ്പോഴാണ്. അതിന് കൃത്യമായിട്ട് അവർ ജപ്തി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ നീതി അനുസരിച്ച് ഈ ആശാപ്രവർത്തകർക്ക് തങ്ങൾക്ക് കിട്ടാനുള്ള കുടിശ്ശികയുടെ പേരിൽ സെക്രട്ടേറിയറ്റ് ജപ്തി ചെയ്തുകൂടെ? അതല്ലേ അതിൻ്റെ കാവ്യനീതി? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? സെക്രട്ടേറിയറ്റ് ജപ്തി ചെയ്യാൻ ഇവർക്ക് അധികാരമുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരെന്തുകൊണ്ട് അടയ്ക്കുന്നില്ല? ഗവൺമെൻറ് ശമ്പളം കൊടുക്കാത്തതുകൊണ്ട്. മക്കൾക്കൊരു മിഠായി വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞ് കേടുന്ന ആശാപ്രവർത്തകരെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും ഒന്നും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ചിലർ ഈ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി വരുന്നവരായിരിക്കും, ആയിക്കോട്ടെ. പക്ഷേ സമരമായിട്ട് തന്നെ കണ്ടേ പറ്റൂ. ഇവരിങ്ങനെ സമരങ്ങൾ നടത്തിയിട്ടുള്ളതല്ലേ, ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CITUവിൻ്റെ യൂണിയൻ ഉണ്ട്. ഈ 26,000-ഓളം തൊഴിലാളികൾ അതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഇവരേതാണ്ട് 549 പേരാണെന്ന് തോന്നുന്നു സമരത്തിന് തുടങ്ങിയത്. ഇപ്പം നാളെ വരുമ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ കാണും. പക്ഷേ ആ 549 പേരേക്കാൾ വലുത് ഞങ്ങളുടെ സംഘടനയാണെന്ന് കാണിക്കാനുള്ള ഒരു കിടമത്സരമാണ്. അതുകൊണ്ടാണ് ഈ സമരത്തെ ഞങ്ങൾ പരാജയപ്പെടുത്തുമെന്നുള്ളൊരു വാശിയോടുകൂടി ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രവർത്തിക്കുന്നത്. അതേസമയം നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യത്വം കണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒരു വിശാല മനസ്കത കണ്ടോ? ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറായി, കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു, ഇനി കൂട്ടുമെന്ന് പറഞ്ഞു. അതാണ് ഇടുങ്ങിയ മനസ്സും സങ്കുചിതമായ ചിന്താഗതിയും അതുപോലെ തന്നെ വിശാലമായ മനസ്സും തമ്മിലുള്ള, ഭാരതത്തിനെ വിശാലമായിട്ട് കാണുന്നില്ല, ഇടുങ്ങിയ ഹിന്ദുത്വ എന്താ പറയുക ബ്രാഹ്മണിക് ഹേഗമണി കൂടി കാണുന്നു എന്നല്ലേ പറയുന്നത്.
അവരങ്ങനെയല്ല. ഇവർ ബ്രാഹ്മണരായിട്ടാണോ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നത്? നോക്കൂ, നിങ്ങളാണ് ഈ ബ്രാഹ്മണിക്ക് അല്ലെങ്കിൽ പാർട്ടി ഹേഗമണി കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആശാ വർക്കർമാർക്ക് നേരെ. അതാണ് സത്യം. അതാണ് ഈ സമരത്തെ ചോരയിൽ മുക്കി കൊല്ലാം എന്നുള്ള ധാർഷ്ട്യവുമായിട്ട് നിങ്ങൾ മർദ്ദന ഉപകരണങ്ങളായ പോലീസിനെ അവർക്ക് ചുറ്റും പിടിച്ചു നിർത്തി അവരുടെ ഷെഡുകൾ, മഴ നനയാതെ വെച്ചിരുന്ന ഷെഡുകൾ പൊളിച്ചപ്പോൾ നോക്കൂ, കേന്ദ്രത്തിൻ്റെ ഒരു മന്ത്രി അവിടെ വന്ന് അവർക്ക് തലയിൽ ചൂടാൻ കുടകൾ നൽകി, മഴക്കോട്ടുകൾ നൽകി. അപ്പം നിങ്ങൾ എത്ര അവരെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചാലും കേന്ദ്രത്തിൻ്റെ ഒരു കൈ അവരുടെ രക്ഷയ്ക്കുണ്ടാവും എന്നുള്ള സത്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കിച്ച് തരും.